ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഈ ആം ഹോളിൽ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. നല്ല ഭംഗിയായും നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും തുടർന്ന് കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുക, നല്ല വൃത്തിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്ലീവ് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3/4 ഞാനിവിടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ വശത്ത് നല്ല വശത്തോട് ചേർന്ന് സ്ലീവിൻ്റെ നല്ല വശം, ഇതാണ് നല്ല വശം സ്ലീവിൻ്റെ, അത് ചേർത്ത് വയ്ക്കുക. മിഡിൽ പാർട്ടിലായിട്ട് ചേർത്ത് വെച്ച് നമ്മളിവിടെ നോച്ചസ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരേണ്ടത്. ഇതിൻ്റെ മിഡിൽ പാർട്ടും നമ്മൾ ആംഹോൾ അവിടെ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നുള്ളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് തന്നെ നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്ത് ഇവിടുന്ന് ഈ സ്ലീവിൻ്റെ മിഡിൽ പാർട്ടിലും വെച്ച് ജോയിൻ ചെയ്യണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഈ ഭാഗത്തേക്കും അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടുമാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ വശത്തേക്കുമാണ് ജോയിൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ എവിടുന്നാണോ ഈ അരികുന്ന് തുടങ്ങി നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് വന്നാൽ നമുക്ക് മിഡിൽ പാർട്ട് കറക്റ്റായിട്ട് കിട്ടുകയില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ മിഡിൽ പാർട്ടിൽ കറക്റ്റായിട്ട് വേർതിരിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച്, അതിനാണ് നമ്മളിവിടെ നോച്ചസ് ഇട്ടിരിക്കുന്നത്. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല വശം നല്ല വശത്തോട് ചേർത്താണ് വെക്കേണ്ടത്. അപ്പം നമുക്കത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടുഭാഗത്തു നിന്ന് തൊട്ട് ഈ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച്. ആംഹോള് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെർഫെക്റ്റ് ആയിട്ടും നീറ്റായിട്ടും നമുക്ക് ആംഹോള് ജോയിൻ ചെയ്യാൻ സാധിക്കും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മിഡിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അത് മാത്രം മറക്കരുത്. ആംഹോൾ ജോയിൻ ചെയ്യുമ്പോൾ മിഡിൽ നിന്ന് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതിനുശേഷം നമുക്ക് ഈ സ്ലീവിന്റെ ഉള്ളിലേക്ക് അലവൻസ് എങ്ങനെയാണ് ചേർക്കാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം. ഇങ്ങനെ കാണുന്ന ഈ അലവൻസ് നമ്മൾ ഉള്ളിലേക്ക് ചേർത്ത് ഷോൾഡറിലേക്ക് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ ഒന്നും കൂടി നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ എന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.